പ്രിയപ്പെട്ടവരെ, വളരെ വലിയ വേദനാജനകമായ ഒരു നിമിഷത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന പാറ്റ് നെവിൻ മാക്സ്വെൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു. ഈ ദിവസങ്ങളിലൊക്കെയും ഈ സഹോദരന് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും നാം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മൾ ദിവ്യബലി അർപ്പിക്കുമ്പോൾ സ്വർഗത്തിൽ വാഴും പ്രാർത്ഥിച്ചതിന് ശേഷം വിമുക്തി പ്രാർത്ഥന വൈദികൻ നടത്താറുണ്ട്. കർത്താവെ, ഞങ്ങളെ എല്ലാ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ എന്നുള്ള തുടർന്നൊരു പ്രാർത്ഥന. അതിൻ്റെ ഒടുക്കം എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങൾ സുരക്ഷിതരായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഈ അൾത്താരയിൽ ഒരു ബലി അർപ്പിക്കുമ്പോഴും മനസ്സിൽ തട്ടി എല്ലാവരെയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായി കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ മാസത്തിൻ്റെ അവസാന ആഴ്ച നമ്മുടെ ഇടവകയിലെ ഒരു മകൻ 17-ാം വയസ്സിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു. ഈ സഹോദരൻ 31-ാമത്തെ വയസ്സിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു. വളരെയധികം വേദന നമ്മുടെ ഇടവക സമൂഹത്തിന് മുഴുവനും ഉണ്ട്. എന്താണ് 2 മരണങ്ങൾ അടിക്കടി ഉണ്ടായി, ഒട്ടും പ്രതീക്ഷിക്കാത്ത മരണങ്ങൾ, ജീവിതത്തിൻ്റെ ആരംഭത്തിൽ യൗവനത്തിലുള്ള മരണങ്ങൾ. കർത്താവിന് ഈ മരണങ്ങളെക്കുറിച്ച് പലതും പറയുവാനുണ്ട്. വിശ്വാസത്തോടുകൂടി ദൈവത്തിരഹിതത്തിന് നമ്മെ തന്നെ വിട്ടുവെക്കേണ്ടതുണ്ട്. ഈ മരണ വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ വളരെയധികം പേർ ഈ സഹോദരൻ്റെ മൃതശരീരം നാട്ടിലേക്ക് എത്തിക്കുവാനായി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. വളരെ പ്രത്യേകമായിട്ട് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ശ്രീ മുരളീധരൻ സാർ, അദ്ദേഹത്തിൻ്റെ മറ്റ് സ്റ്റാഫ് അംഗങ്ങളെല്ലാം പാറ്റ് നെവിൻ്റെ പപ്പ മാക്സ്വലേട്ടനെ വിളിച്ച് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അന്വേഷിക്കുകയും ഇസ്രയേൽ എംബസിയുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് ആ മൃതശരീരം പെട്ടെന്ന് എത്തിക്കുവാനുള്ള കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തുകയും ചെയ്തു. അതിനുള്ള സഹായ സഹകരണങ്ങൾ വളരെ വേഗം ക്രമപ്പെടുത്തിയ കേന്ദ്ര സർക്കാരിൻ്റെയും അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെയും എല്ലാ അധികാരികൾക്കും കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ അഭിവന്ദ്യ രൂപതാധ്യക്ഷൻ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവും നമ്മുടെ രൂപതാ വികാർ ജനറൽ ജൂലിയൻ അച്ഛനുമൊക്കെ മരണവാർത്ത അറിഞ്ഞതിന് തൊട്ടടുത്ത ദിവസം രാവിലെ കുടുംബത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഇന്ന് ഈ ദിവ്യബലി അർപ്പിച്ചത് ബഹുമാനപ്പെട്ട പ്രതിൻ അച്ഛനാണ്. അച്ഛൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകനാണ് മാക്സ്വെൽ. അതുപോലെ ബിന്നി മാനുവൽച്ചനും കുടുംബാംഗമാണ്. നമ്മുടെ രൂപത വികാരി ജനറൽ മുൻസിംഗർ വിൻസൻ മച്ചാടോ, വികാരി ജനറൽ ബൈജു ജൂലിയൻ അച്ഛനുമൊക്കെ ഈ ദിവ്യബലിയിൽ സന്നിഹിതരാണ്. അവസാനത്തെ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവ് കാർമ്മികം വഹിക്കുന്നതുമാണ്. അവർക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ സാധിക്കും വാക്കുകളിലൂടെ. കടന്നുപോകുക ആ വേദന, അതിൻ്റെ തീവ്രത നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയില്ല. ആ ഒരു വേദനയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ എത്രത്തോളം തീവ്രമായിരുന്നു ഈ വേദനയെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ കുടുംബത്തിന് വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. കടന്നു വരുന്ന ദിവസങ്ങളിൽ ദിവ്യകാരുണ്യ ആരാധനയിൽ, ദിവ്യബലിയിലൊക്കെ ഈ കുടുംബാംഗങ്ങൾക്ക് ഈ മരണം ഉൾക്കൊള്ളുവാനും ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് സഹിക്കുവാനും ഇത് അതിജീവിക്കുവാനുമുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പാറ്റ് നെവിൻ മാക്സ്വെൽ ഡിസംബർ മാസമാണ് ഇസ്രയേലിലേക്ക് പോയത്. ഇവിടെ നിന്ന് ബഹുമാനപ്പെട്ട ബൈജു അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഒത്തിരിയേറെ യുവാക്കന്മാർ വിദേശ രാജ്യങ്ങളിലേക്ക്, പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്ക് പലയിടങ്ങളിലേക്കും പോകുന്നുണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് ഒരു പക്ഷേ ഈ ആഴ്ച എത്ര പേർ പോയി, ഈ മാസം എത്ര പേർ പോയി എന്ന് എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. കാരണം ഓരോരുത്തരും പോകുന്നതിന് മുമ്പ് വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. നെവിൻ മാക്സ്വെലും എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു. പല പ്രാവശ്യം ഗൾഫിൽ പലയിടങ്ങളിലും പോയി. അവസാനം ഇസ്രയേലിൽ പോയതിനെ കുറിച്ച് നെവിൻ്റെ അമ്മ പറഞ്ഞത്, എൻ്റെ മക്കൾ 2 പേരും രക്ഷപ്പെട്ടു, അച്ഛൻ ഇനി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നാണ്. നെവിനെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ 2 വർഷം മുൻപ് നെവിൻ്റെ മൂത്ത മകൾ ആയെ അക്ഷരം എഴുതിക്കുവാനായിട്ട് കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് സമ്മാനമായിട്ട് ഒരു സ്റ്റോളാണ് നൽകിയത്.
അത് എൻ്റെ ഓഫീസിലുണ്ട്. ഞാൻ കുടുംബ സന്ദർശനത്തിന് പോകുമ്പോൾ, പലയിടത്തും ബ്ലെസ്സിങ്ങിനൊക്കെ പോകുമ്പോൾ അതാണ് കൊണ്ടുപോകുന്നത്. അപ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ ഓർക്കും ഇത് തന്ന ആളെക്കുറിച്ച്. പിന്നീട് ഒത്തിരിയേറെ പ്രാവശ്യം പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. നല്ല സൗഹൃദമായിരുന്നു. വളരെ പെട്ടെന്നുള്ള ഈ മരണം നമുക്കെല്ലാവർക്കും അത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നില്ല. എങ്കിലും ഈശ്വര കരങ്ങളിൽ ഈ സഹോദരൻ്റെ ആത്മാവിനെ നമുക്ക് സമർപ്പിക്കാം. 33-ാമത്തെ വയസ്സിൽ ഈശോ ഈ ലോകം വിട്ടുപോയപ്പോൾ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ കടന്നുപോയത്. 31-ാമത്തെ വയസ്സിൽ ഈ ചെറുപ്പക്കാരനും പോകുമ്പോൾ എല്ലാം പൂർത്തിയാക്കിയിട്ടാണ് പോകുന്നത്. ദൈവം ഏൽപ്പിച്ചിട്ടുള്ള, ദൈവം ഇത്ര മാത്രമേ ചെയ്യുവാനായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളൂ, അത്രയും ചെയ്തിട്ട് പൂർത്തിയാക്കിയിട്ടാണ് പോകുന്നത്. ഇനി ഈ സഹോദരൻ്റെ മരണം ഒരു വലിയ വാർത്തയായിട്ടുണ്ട്. ഈ സഹോദരന്റെ മരണത്തെക്കുറിച്ച് വളരെയേറെ വേദനയും കണ്ണീരും ദുഃഖവും നിറഞ്ഞ നിമിഷത്തിലും ഈ സഹോദരന്റെ നിബിന്റെ അമ്മ പറഞ്ഞ ഒരു വാക്ക്, ഒരു വാചകമുണ്ട്. ഇനി ഇങ്ങനെയുള്ള ഇടങ്ങളിൽ ഇസ്രയേലിലൊക്കെ ജോലി ചെയ്യുന്നവർ എൻ്റെ ഈ മകന്റെ മരണം നിമിത്തം ഇനിയുള്ളവർ സുരക്ഷിതരായിരിക്കും. എൻ്റെ മകന്റെ മരണ നിമിത്തം ഇനിയുള്ളവർ സുരക്ഷിതരാകാനുള്ള ചില കാര്യങ്ങളെങ്കിലും അവിടുത്തെ അധികാരികൾ ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ പല രീതിയിലും ഈ മരണത്തിൽ സമാശ്വാസം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. നമുക്ക് ഈ സഹോദരന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ട പിതാവ് മാക്സ്വലിയേട്ടൻ, അമ്മ റോസ്ലി ചേച്ചി, 2 സഹോദരങ്ങൾ, നിബിൻ മാക്സ്വലിന്റെ ഭാര്യ ഫിയോണ, തവൾ ആമി, എല്ലാവരെയും കുടുംബാംഗങ്ങളെല്ലാവരെയും ഈശോ ആശ്വസിപ്പിക്കണമേ എന്ന് നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. സമാപന മൃതസംസ്കാര ശുശ്രൂഷ കർമ്മങ്ങളുടെ പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുതി നിൽക്കാം.